إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും നല്ല ആഹാരം കഴിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവരാ നമ്മൾ. നല്ല വസ്ത്രം ഉടുക്കണമെന്നും നല്ല വാഹനത്തിൽ സഞ്ചരിക്കണമെന്നും നല്ല വീടുകളിൽ താമസിക്കണമെന്നതൊക്കെ മനുഷ്യാഗ്രഹങ്ങളിൽപ്പെട്ടതാ. എന്നാൽ നമ്മുടെ ഈ ആഗ്രഹത്തെക്കാളും നമ്മുടെ വീട്, വസ്ത്രം, ശരീരം എന്നതിനേക്കാളൊക്കെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മുടെ ദീനിനോട് നമുക്ക് അത്യധികം ഇഷ്ടവും സ്നേഹവും തോന്നിയിട്ടുണ്ടോ? നമ്മളറിയണം, സ്വന്തം ശരീരത്തെക്കാളും മക്കളെക്കാളും സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തിനേക്കാളും പിറന്ന നാടിനേക്കാളും ദീനിനെ സ്നേഹിച്ചവരുടെ മനോഹരമായ ചരിത്രം കൂടി ഓർക്കുന്ന സന്ദർഭമാണ് വിശുദ്ധ റമദാൻ എന്നത്. ചരിത്രം എപ്പോഴും നമുക്ക് ഒരു പാഠമാണ്. കാരണം ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ശക്തി നേടുക എന്ന് പഠിക്കുന്നത് മുഴുവൻ ചരിത്രബോധത്തിൽ നിന്നാണ്. റമദാൻ എന്നത് റമദാൻ 17 നടന്ന ഹിജ്റ 2-ാം കൊല്ലം
റമദാൻ 17 നടന്ന ബദർ, ആ സംഭവം ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര ആത്മീയ അനുഭൂതി നൽകുന്ന, ഈമാനികമായ ചൈതന്യം നൽകുന്ന ഒരു സ്രോതസ്സാണ്. അതുകൊണ്ട് തന്നെ ചരിത്ര സംഭവത്തെക്കാളും ഉപരി അതിന്ന് നമുക്ക് കിട്ടുന്ന ചൈതന്യവും ആത്മീയതയെയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബദർ പറയുന്നിടത്ത് ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, ഖദ് കാന ലക്കും ആയത്തും ഫീ ഫിഅതൈനിൽ തഖത ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വഉഖറാ കാഫിറത്തുൻ. നിങ്ങൾക്ക് ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പോരാടിയ പോരാട്ടത്തിൽ നിങ്ങൾക്ക് ആയത്തുണ്ട്. ആയത്ത് നമുക്ക് പഠിക്കേണ്ട പദമാണ്. ഒന്ന് ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ സബീലിലുള്ള പോരാട്ടമാണ്. മറ്റൊന്ന് കാഫിറത്താണ്. ഇതിൻ്റെയൊക്കെ അറബ് മൂലം പറയലാ നല്ലത് തോന്നുന്നുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഖിത്താലാണ്, മറ്റൊന്ന് കാഫിറത്താണ്. ഇത് രണ്ടിലെയും പോരാട്ടത്തിൽ നിങ്ങൾക്ക് ആയത്തുണ്ട്. നിങ്ങൾ നോക്ക്, ആയത്ത് എന്ന് നമ്മൾ എന്തിനാ പറയുക? ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ഓരോന്നോരോന്നെണ്ണി അള്ളാഹു നമ്മോട് പറയുന്നതിനെ ആയത്തെന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ സൂര്യനും ആകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയെല്ലാം ദൃഷ്ടാന്തമാണ്, ആയത്താണ്. അതുപോലെ ഒരായത്താണ് ബദർ എന്ന് പറഞ്ഞാൽ. ഞാൻ എണ്ണി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. സ്വർഗം ഉറപ്പാക്കുന്ന ഒരു സംഗതി, പാപം പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാനും പറയാനുമുള്ള അർഹത നേടാൻ, ഒരാൾക്ക് വേണ്ടി പാപം പൊറുത്തു കൊടുക്കണമേ എന്ന് അയാൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനുള്ള ഒരു യോഗ്യത, അള്ളാഹു പാപം പൊറുത്തു തരാം എന്ന് പറഞ്ഞതിനുള്ള കാരണം മാത്രമല്ല, ഒരാൾക്ക് സ്വർഗം ഹറാം എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാരണം. എല്ലാത്തിൻ്റെയും അടിസ്ഥാന സംഗതി ഏതാണ്? തൗഹീദാണ്. ആ തൗഹീദ് അരക്കിട്ടുറപ്പിച്ച സംഭവമാണ് ബദർ എന്ന് പറയുന്നത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഫലായിലുകൾ പറയുന്നിടത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ശത്രുക്കൾ അവിശ്വാസികളുടെ ഹൃദയത്തിൽ ഭീതി ഇട്ടുകൊടുത്ത സന്ദർഭമാണത്. അള്ളാഹു മുസ്ലിമീങ്ങളെ മലക്കുകളെ ഇറക്കി തന്നുകൊണ്ട് സഹായിച്ചിട്ടുള്ള യുദ്ധമാണ്. അത് യൗമുൽ ഫുർഖാനാണ്. ബദറിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങളുടെ സ്ഥാനം അഫ്ളലുൽ മുസ്ലിമീ എന്നാണ്. അവര് സ്വർഗം നേടിയവരാണ് എന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം നേട്ടങ്ങളാണ്! അതിനൊക്കെ ഒറ്റ കാരണമാണ്. നമുക്ക് കുറെ പറയാൻ സമയമില്ല. ഞാൻ ഓരോന്നിൻ്റെയും സൂചനകൾ പറഞ്ഞുതരാം. എന്നിട്ട് ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കുറെ ചിന്തിക്കണം, ആലോചനകൾ നടക്കണം. ഒറ്റ വാക്കിൽ ഇതിന് ഒരു ചെറിയ സന്ദർഭമുണ്ടല്ലോ. പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ പിന്നിടുന്തോറും എതിർപ്പിന്റെ ശക്തികൾ കൂടി വരികയാണ്. ത്വായിഫിലേക്ക് ഹിജ്റ പോയി നോക്കി, രക്ഷയില്ല. മദീനത്തേക്കാണ് പിന്നീട് ഹിജ്റ പോകുന്നത്. സഹോദരങ്ങളെ, അവിടെ ചെന്നിട്ട് പോലും ആധുനിക യുദ്ധതന്ത്രങ്ങളെ അനുസ്മരിപ്പിക്കും വിധമാണ് മുസ്ലിമീങ്ങൾക്കെതിരിലുള്ള ഉപരോധങ്ങൾ ഉണ്ടാവുന്നത്. വ്യാപകമായ പ്രചരണ യുദ്ധങ്ങളാണ്, മാനസികമായ ആക്രമണങ്ങളാണ്, വിദേശ പ്രതിനിധികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്തെല്ലാം ചെയ്യാൻ കഴിയോ അങ്ങനെ എല്ലാം അതിൻ്റെ 110% ഇസ്ലാമിൻ്റെ എതിരാളികൾ അന്നേ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ സമകാലിക ലോകം ഞാൻ പ്രത്യേകം എടുത്ത് പറയില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അതൊന്ന് ചേർത്തി വെച്ച് നോക്കിയാൽ മതി. ഞാൻ ഈ എണ്ണിയ എല്ലാ സംഗതികളും അതിൻ്റെ 10 മടങ്ങ് ശതക്കണക്കിന് ശക്തിയോടുകൂടെ നിലനിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഉള്ളത്. അവിടെയാണ് ഇതിൻ്റെ ആത്മീയ ചൈതന്യം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അരക്കിട്ടുറപ്പിക്കേണ്ടത്. ഈ സന്ദർഭത്തിലാണ് അല്ലാഹ് പറയുന്നത് അവിടെ ഒരു ഖിത്താൽ ഉണ്ടാകുന്നു എന്നാണ്. എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഖിത്താല്?
വാളും യുദ്ധവും മാത്രമല്ല, മറിച്ച് ആദ്യമേ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന വിജയം അവരുടെ മനസ്സിൽ നിന്ന് വന്ന വാക്കുകളിലൂടെ കടന്നു വന്നിട്ടുള്ള ദീനിനോടുള്ള പ്രതിബദ്ധതയാണ്, ദീനിനോടുള്ള കൂറാണ്. അതാണ് ഏറ്റവും വലിയ ആ സന്നദ്ധതയാണ് ഖിത്താൽ എന്ന് പറഞ്ഞാൽ. ആലോചിച്ച് നോക്കൂ, ദീനി സന്നദ്ധത എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നിടത്ത് ബദർ നടക്കുമ്പോ മുസ്ലിമീങ്ങളുടെ ശക്തി അള്ളാഹു എടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. ബദറിന്റെ സമയത്ത് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ ആരാ? അതില്ലത്തുൻ, നിങ്ങൾ ലോകത്തെ നിസ്സാരന്മാരായിരുന്നു. മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറഞ്ഞത് സൂറത്ത് അൻഫാലിലെ 26-ാമത്തെ ആയത്തിൽ പറയുന്നത്, വദ്കുറു ഇദ് അൻതും ഖലീലുൻ മുസ്തൽഅഫൂന ഫിൽ അർളി യഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസ്. നിങ്ങളെ നാട്ടിലുള്ള ജനങ്ങൾ റാഞ്ചിക്കൊണ്ടുപോകുമാറുള്ള അവസ്ഥകൾ ഒരുക്കിയിട്ട് നിങ്ങൾ അന്ന് ന്യൂനപക്ഷവും ദുർബലരും ബലഹീനരുമായിരുന്നു. അന്ന് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇതെന്തിനാ അള്ളാഹ് അങ്ങനെ പറയണമെന്നറിയോ? അള്ളാഹിന്റെ ഈ സഹായം അന്നത്തോടു കൂടി നിൽക്കൂല, ഇനിയും ഉണ്ടാവും. അപ്പൊ എങ്ങനെ സഹായം നിങ്ങൾക്ക് ഉണ്ടായി? നിങ്ങളുടെ വലുപ്പം കൊണ്ട് സഹായം കിട്ടിയതല്ല. നേരെ അറിയണേ, അള്ളാഹുവിന്റെ സഹായം കൊണ്ടെന്ന് പറയുമ്പോ ഏതൊരു പ്രവർത്തനത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടുന്നൊരു ചിന്ത, നമുക്കല്ലേ ശക്തിയില്ലാത്തതുള്ളൂ, നമുക്കല്ലേ ആൾബലമില്ലാത്തതുള്ളൂ, റബ്ബേ നിന്റെ അടുക്കൽ എല്ലാം ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ അടുത്ത് ഉണ്ടല്ലോ. ഇത് മനസ്സിലേക്ക് ആദ്യം കടന്നു വരണം എല്ലാ കാര്യത്തിലും. ഹിജ്റ 2-ാം കൊല്ലത്തില് റമളാൻ 4-നോ 9-നോ 13-നോ ബദറിലേക്ക് ഇവർ പുറപ്പെടുന്നത്. ബദർ എന്നത്, ബദർ ബിൻ ഖുറൈശ് എന്ന് പറയുന്ന ഒരാള് കുഴിച്ച വലിയൊരു കിണറുണ്ട്. അതിന്റെ പേരിലാണ് പിന്നീട് ആ സ്ഥലം പ്രസിദ്ധമാകുന്നത്. മദീനയിൽ നിന്ന് ഏറെക്കുറെ 4 മർഹല ദൂരം എന്ന് വെച്ചാൽ 100 കിലോമീറ്ററോളം അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 313ഓളം മുസ്ലിമീങ്ങൾ. നമ്മൾ ഇതൊന്ന് മനസ്സിലേക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു തന്നു മാത്രം. അതിൽ തന്നെ 240ഓളം അൻസാറുകൾ, 80ഓളം വരുന്ന കുറച്ച് മുഹാജിറുകൾ, മക്കത്തുനിന്ന് വന്ന ആളുകൾ. അങ്ങനെ 2 കൂട്ടർക്കും 2 നായകന്മാരുണ്ട്. അപ്പുറത്തുള്ള ശക്തി എത്ര അറിയോ? 1300-ൽ പരം ആളുകൾ. അപ്പൊ 300-ന്റെ എത്ര ഇരട്ടി വരുന്നുണ്ടത്? ഇപ്പുറത്ത് ആകെ 2 കുതിരയും 70 ഒട്ടകവുമാണ് മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 200ഓളം ഒട്ടകങ്ങൾ ഒരു ചരിത്രത്തിൽ പറയുന്നത്. പിന്നെ 100 കണക്കിന് കുതിരകളാണ് ഇവർക്ക്. 200ഓളം കുതിരകൾ കേട്ടോ, 600 പടയങ്കികള്, കണക്കില്ലാത്ത ഒട്ടകങ്ങൾ. ഇതാണ് മുശ്രിക്കുകളുടെ കയ്യിലുള്ളത്. കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുക ഒറ്റ വാക്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ പോലും തന്റെ അനുചരന്മാരെ വിളിച്ചുകൊണ്ടൊരു ശൂറ നടത്തുക, കൂടിയാലോചന. ആ കൂടിയാലോചന നടത്തുമ്പോൾ 2 വിഭാഗത്തിൽ നിന്ന് ഓരോ പ്രതിനിധികൾ വന്നുകൊണ്ട് സന്നദ്ധത അറിയിക്കുന്നുണ്ട്. എല്ലാം പറയാൻ സമയമല്ല. നമ്മളൊക്കെ ആ ചരിത്ര വാചകങ്ങൾ കേട്ടാൽ, ശരിക്കും വായിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കൈകൾ ഇങ്ങനെ രോമങ്ങനെ എടുത്തു നിൽക്കും. അത്ര ആവേശോജ്വലമായ പ്രഖ്യാപനമാണ് ചെറിയ ചെറിയ ആളുകൾ നടത്തുന്നത്. ഞാൻ മുമ്പ് കടഞ്ഞു തന്ന ഒരു കഥയിൽ വളരെ പ്രധാനിയുണ്ട്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അൻസാറുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 33 കാരൻ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പറയുന്നൊരു വാക്കുണ്ട്, ലാ നഖ്ദിബ്. റസൂലെ കുറേ പറയുന്നുണ്ട്, ഞാൻ ഒറ്റ വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ഇന്നേവരെ അൻസാറുകൾ, മദീനത്തുള്ള ആളുകൾ കളവ് പറഞ്ഞിട്ടില്ല. ലാ നഅരിഫുൽ കദിബ്, ഞങ്ങൾക്ക് കള്ളത്തരം അറിയില്ല. നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് ആ കടലിന്റെ മധ്യത്തിലേക്കാണെങ്കിൽ അവിടേക്കും ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടാവും. അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തി നേടുന്നത് വരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. മാധാമത്ത് ഐനും മിന്നാ തത്റുഫ്,
ഞങ്ങളുടെ ഈ ശരീരത്തിൽ ഈ കണ്ണിന് ഇമയാട്ടമുള്ള കാലം എന്ന് വെച്ചാൽ ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അങ്ങയുടെ കൂടെ ഞങ്ങൾ നിന്ന് പോരാടും റസൂലേ. സമാനമായ വാക്കാണ് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു മുഹാജിറുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളുണ്ട്. അല്ലാഹുവേ, നിന്റെ ദാസന്മാരിതാ, നിന്റെ അടിയാറുകളിതാ സന്നദ്ധത അറിയിച്ചു റബ്ബേ. ഇനി നീയാണ്, നീ ഞങ്ങളെ കാക്കേണമേ റബ്ബേ. പ്രതീക്ഷയോടെയുള്ള ആ കൈനീട്ടലിന്റെ മുമ്പിൽ വിങ്ങിപ്പൊട്ടി പറയുന്ന ചില വാക്കുകളുണ്ട് റസൂലിന്റെ അടുക്കൽ നിന്ന്. അല്ലാഹുവേ, എനിക്ക് ഹീലത്തറിയില്ല, എനിക്ക് കുതന്ത്രങ്ങൾ അറിയില്ല, ആർക്കെതിരെയും ഇതേവരെ യുദ്ധം നയിച്ചിട്ടില്ല. എന്റെ കൂടെ വളരെ വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഉള്ളത്. അങ്ങനെ തട്ടം നിലത്ത് വീണുപോയിട്ട് പോലും അറിയാതെ വികാരനിർഭരമായ പ്രാർത്ഥനയാണ് ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത്. ഓർത്തു നോക്കൂ സഹോദരങ്ങളെ, നിഷ്കപടന്മാരായ നിഷ്കാമ മനസ്സിന്റെ ഉടമകളായ നിരായുധരായ ഈ ത്യാഗിവര്യന്മാരെ അള്ളാഹു സഹായിക്കുകയാണ്. ശക്തരും ഗർവിഷ്ഠരുമായ ഖുറൈശി പട അവിടെ പരാജയപ്പെടുകയാണ്. പടച്ചറബ് സൂറത്ത് അൻഫാലിലൂടെ, പ്രിയരെ, നിങ്ങൾ ആ സൂറത്ത് അൻഫാലിന്റെ ആദ്യ ഭാഗം വായിക്കണം. ഒരുപാട് യുദ്ധങ്ങളുടെ കഥകൾ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. അൻഫാൽ എന്ന് പറഞ്ഞാൽ തന്നെ യുദ്ധം മുതൽ എന്നാണ് ആ വാക്കിനർത്ഥം. നിരവധി യുദ്ധങ്ങളുണ്ട്, നിങ്ങൾ വായിക്കണം. എല്ലാ ആയത്തും ഓരാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇത് തസ്തഈസൂന റബ്ബക്കും വസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും മിനൽ മലായികത്തി മുർദിഫീൻ. ആയിരങ്ങളുടെ മലക്കുകളെ കൊണ്ട് നിങ്ങൾ സഹായം ചോദിച്ചപ്പോ ഉത്തരം തന്നുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടില്ലേ? എത്ര സഹായം വേണം അത് ഞാൻ തരാം. ഇതൊക്കെ മലക്കുകളെ കൊണ്ട് സഹായിക്കുമെന്ന് ഞാൻ പറയുന്നത് വലിയത്തുമയിന്ന ബിഹി ഖുലൂബുക്കും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹക്കീം. പടച്ച റബ്ബിന്റെ സുവാർത്തയാണിതെല്ലാം. അള്ളാഹുവിങ്കൽ നിന്നല്ലാതെ സഹായമില്ല കേട്ടോ. സഹോദരങ്ങളെ, നമ്മൾ അറിയണം, നമ്മുടെ ഇടപെടലുകളെക്കാളും ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ഇടപെടലുകളാണ് വളരെ പ്രാധാന്യമുള്ളത്, ഗൗരവമേറിയത് എന്ന് നമ്മൾ അറിയണം. 1000 മലക്കുകളെ ഇറക്കി എന്നല്ലേ പറഞ്ഞത്? ഒരു മലക്കിന്റെ വലുപ്പം തന്നെ ഭീമാകാരമാണ്. ഒരു മലക്ക് വന്നിട്ടല്ലേ തായിഫ് എന്ന് നബിനോട് പറഞ്ഞത്, ആ മല ഞാൻ അങ്ങനെ എടുത്തിട്ട് ഇടട്ടേന്ന് വെച്ചത് ആണ് ഒരു മലക്കിന്റെ ശക്തി. അങ്ങനത്തെ 5000 മലക്കിനാണെങ്കിലോ അതെന്തിനാണ്? നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കാനാ, നമ്മൾ സന്തോഷിക്കാനാ. ഈ കൽബിനകത്ത് അള്ളാഹുവിന് വേണ്ടി സ്നേഹം പൊടിയുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണം, അള്ളാഹു നമ്മെ കൈവെടിയില്ല. ആരൊക്കെ നിന്ന് ആക്രോശിച്ചാലും, ഏതൊക്കെ നിലക്കുള്ള പരസ്യ പ്രസ്താവനകൾ വന്നാലും, പ്രിയരെ, നമ്മൾ പേടിക്കേണ്ടതേ ഇല്ല എന്നാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ നമ്മുടെ ശരീരവും മനസ്സും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ, അപ്പോ പടച്ചു നമ്മളെ സഹായിച്ചിരിക്കും. ഇതാണ് ബദറിന്റെ ഫലം. വർഗീയതയെ സംരക്ഷിക്കുന്നവനല്ല പടച്ചവൻ, വിഭാഗീയതയെ താങ്ങുന്നവനല്ല പടച്ചവൻ. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി, സന്നദ്ധത എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളോട് എവിടെയും പടച്ചവൻ ജയിക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങളോട് പോയി ജയിച്ചു വരീന്ന് പറഞ്ഞില്ല. നമ്മളോട് എന്താ പറഞ്ഞെന്നുള്ളോ, നിങ്ങൾ ചെയ്യുക, വിജയം ഞാൻ തരുന്നതാണ്. അപ്പൊ സത്യസന്ധമായ കർമ്മങ്ങളുമായി മനസ്സുകളുമായി നമ്മൾ നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കും ഈ ലോകത്ത് കഴിയില്ല. അല്ല, ബദർ ഒരുക്കി തന്നില്ലേ? ബദറിന്റെ സാഹചര്യം നമ്മൾ പഠിക്കണം. ഏറ്റവും നല്ല യുദ്ധതന്ത്രമുള്ള സ്ഥലത്താണ് മുശ്രിക്കുകൾ തമ്പടിച്ചത്. വന്നു നോക്കിയപ്പോൾ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലമില്ല. ഒരു കുന്നിന്റെ മുകളിലാണ് കിട്ടിയത്. ഇവർ നല്ല താഴ്വരയിലാ. അന്ന് രാത്രി അതിശക്തമായൊരു മഴ പെയ്തു, അല്ലേ? ആ കഥകൾ കേട്ടിരിക്കും. മഴ പെയ്ത്, ആ മഴ പെയ്തോടുകൂടെ ഇവർക്ക് തോൽസഞ്ചിയിൽ വെള്ളം പിടിച്ചു വെച്ച് നല്ല മഴ കിട്ടിയപ്പോൾ നന്നായി ഇവർ ഉറങ്ങി. ഉറക്കം കിട്ടിയോടുകൂടി ക്ഷീണം മാറി.
ഇപ്പുറത്ത് താഴെ എന്ത് സംഭവിച്ചു എന്നറിയാം? എല്ലാ ചെളികളും വന്ന് കെട്ടിയിട്ട് അവിടെ ആകെ അഴുക്കൊണ്ടാണ് നിറഞ്ഞ് ചവിട്ട് പോലും കിട്ടാത്ത സ്ഥലമായി മാറി. അള്ളാഹു തരുന്ന കാഴ്ചപ്പാടുകൾ, പടച്ചവന്റെ സഹായങ്ങൾ നമ്മൾ വിചാരിക്കാത്ത വിധത്തിലാണ് എങ്കിൽ നമ്മൾ അറിയണം, ഈ ദീന് കൊണ്ടു നടക്കാൻ നമുക്കും കഴിയുന്നില്ലേ? നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മെ അള്ളാഹു സഹായിക്കുമോ? നമ്മൾ ചിന്തിക്കണം. ഈ ബദറിന്റെ ആയത്ത് പറഞ്ഞിട്ടാണ് സൂറത്ത് ആൽ-ഇമ്രാനിൽ 13-ാമത്തെ നമ്പറാണ് ബദറിനെ കുറിച്ച് പറയുന്നത്. 14-ാമത്തെ ആയത്ത് പറഞ്ഞെന്തറിയോ? ഭൗതികാഡംബരങ്ങളോടുള്ള ചിന്ത, ഭൗതികതയോടുകൂടിയുള്ള ആഭിമുഖ്യം എന്ന് നമുക്ക് കുറയുന്നുവോ അന്ന് നമുക്ക് ബദർ ആവർത്തിക്കാൻ കഴിയും. എന്ന് നമുക്ക് ഭൗതിക ചിന്ത കൂടുന്നുവോ അന്ന് ജീവിതത്തിൽ ഉഹദ ഉണ്ടാവുള്ളൂ എന്നാണ്. അതിനാണ് ഈ കഥകൾ ചേർത്തി പറഞ്ഞു തരുന്നത്. ഇന്ന് നമ്മൾ നോക്കിയേ, പെട്ടെന്ന് മുതലാളിയാകാനുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ കൗമ് തന്നെ എത്തിപ്പെട്ട ദുരന്തങ്ങൾ എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള അതേ സാഹചര്യമല്ലേ ഇന്നും? 3Ws എന്നാണ് ജാഹിലിയ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായി പറയാറുള്ളത്. 3 Wകൾ. ഒന്ന് വാർ, വൈൻ, വിമൺ. ഇതായിരുന്നു അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ആകെ ഈ 3 എണ്ണത്തിനാണ് ജീവിതം ഉണ്ടായിരുന്നത്. ഏതാണ് ഈ ഞാൻ 3 എണ്ണം എണ്ണുന്നില്ല. ഇന്നത്തെ സാഹചര്യം നിങ്ങൾ എടുത്തു നോക്ക്. ഇന്നും ഏതാ ഉള്ളത്? കുത്തഴിഞ്ഞ ലൈംഗികത, അതിലപ്പുറം പിന്നെ പരിധിയില്ലാത്ത വിധത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗങ്ങൾ, കൂടെ ഉണ്ടാകുന്നത് ഇതിനു വേണ്ടിയുള്ള കശപിശകൾ, വഴക്ക്, വക്കാണം, വലിയ യുദ്ധങ്ങളും അത് തലക്ക നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ യുദ്ധങ്ങൾ നമ്മുടെ വീടിനകത്ത് വരെ നടക്കുന്നു അല്ലേ? നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ തിന്മകൾക്ക് കുറവുണ്ടോ? ചൂതാട്ടത്തിന് കുറവുണ്ടോ? പലിശക്ക് കുറവുണ്ടോ? ലഹരിക്ക് കുറവുണ്ടോ? ലൈംഗിക ആഭാസങ്ങൾക്ക്, കൊലപാതകങ്ങൾക്ക് ഏതിനാ കുറവുള്ളത്? നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്കെന്ന് വാളെടുത്ത് യുദ്ധം ചെയ്യേണ്ടുന്നൊരു സാഹചര്യം അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിലില്ല. പക്ഷേ ബദർ നമ്മൾ ചിന്തിക്കുമ്പോ തിന്മകളോടുള്ള അടങ്ങാത്ത വെറുപ്പോടുകൂടിയുള്ള യുദ്ധം നമ്മുടെ കൽബിനകത്ത് നിന്ന്, നമ്മുടെ വീടിനകത്ത് നിന്ന് നമ്മൾ തുടങ്ങണം. ഇസ്രായേല്യരെ അള്ളാഹു ശപിച്ച സന്ദർഭത്തിൽ പറഞ്ഞു, അവരിലുള്ള ആളുകൾ, ഉപദേശകന്മാര്, പണ്ഡിതന്മാരൊക്കെ ആദ്യം തിന്മകളെ എതിർത്തു. പിന്നെ അവർ മാറാതിരുന്നപ്പോ തിന്മകളുടെ വക്താക്കളുമായി ഇവർ വേദികൾ പങ്കിട്ടു. മെല്ലെ മെല്ലെ ആ തിന്മകളുമായി ഇവരും ലയിച്ചു ചേർന്നു. അവസാനം എല്ലാവരെയും അള്ളാഹു ശിക്ഷിച്ചു. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള സംഗതികളൊക്കെ നമ്മളൊക്കെ തടഞ്ഞു നോക്കി. ഇല്ലാതാവുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ ലയിച്ചു പോകുന്നു. പലതിലും കൂടെ നടന്ന് പലതിൻ്റെയും കൂട്ടാളികളായോ മൗനികളായോ നമ്മൾ മാറിപ്പോകുന്നു. എത്ര വരെ നമ്മുടെ കുടുംബങ്ങളിൽ കലഹങ്ങൾക്ക് കുറവുണ്ടോ? അനന്തരാവകാശ മുതലുകളുടെ ചൂഷണത്തിൽ കുറവുണ്ടോ? മറ്റ് പല തിന്മകൾക്കും കുറവുണ്ടോ? എന്തെല്ലാമാണ് ഓരോ കൊലപാതകങ്ങൾക്ക് പിന്നിൽ നിന്നും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പലതൊക്കെ കേൾക്കുമ്പോൾ പടച്ചവനെ, അങ്ങനെ ആവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് വരെ ചിന്തിക്കുന്ന അവസ്ഥകളിലേക്ക്. ഞാൻ പറഞ്ഞത്, ഈ യൗവനത്തിനെതിരെ, ഈ യുവത്വത്തിന്റെ കുത്തൊഴുക്കിനെതിരെ കൈ പിടിക്കാനുള്ള കരുത്തുകൂടി നമുക്ക് എവിടെ നിന്ന് കിട്ടണം? ഈ ബദറിൽ നിന്ന് നമുക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ ബദർ എവിടെയും നമുക്ക് പാഠമാണ്. കാരണം യുദ്ധത്തലേന്ന് അക്രമികൾ കഴിച്ചുകൂട്ടിയ തോന്നിയാസങ്ങളും യുദ്ധത്തലേന്ന് മുസ്ലിമീങ്ങളുടെ സമീപനങ്ങളും രണ്ടും നമ്മൾ ചേർത്തി വായിക്കുമ്പോഴാണ് ഏതിനാണ് അള്ളാഹു വിജയം നൽകുക എന്ന് മനസ്സിലാവുക. മാത്രമല്ല സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ പഠിക്കണം. ബദറിന്റെ പ്രധാനപ്പെട്ട ഒരു പാഠം എന്നത് തൗഹീദിന്റെ പാഠമാണ്. 2 പ്രാർത്ഥനകൾ അവിടെയുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ എല്ലാവരും വരണേ. 2 പ്രാർത്ഥനകളുണ്ട്. ഒന്ന് അള്ളാഹുവിനോട് മാത്രം. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്. അബൂജഹലാണ് അംർ ബിൻ ഹിശാം എന്ന അബൂജഹലാണ് മുശ്രിക്കുകളുടെ നേതാവ്. ആ അമീർ വന്ന് കഅബയുടെ കില്ലം പിടിച്ചുകൊണ്ട് പറഞ്ഞത്, അല്ലാഹുമ്മ അയ്യുനാ കാന യഖ്തഉ റഹം അതാനാ ബിമാ ലാ നഅരിഫ് ഫഅഹിൻഹുൽ ഗദാ. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ്,
അല്ലാഹുമ്മ, അല്ലാഹുവേ, ഈ മുഹമ്മദ് വന്നത് ഞങ്ങൾക്ക് പരിചയമില്ലാത്തത് പറഞ്ഞുകൊണ്ടാ. ഞങ്ങളുടെ ബന്ധങ്ങളെ തകർത്തവനാണവൻ. അതുകൊണ്ട് അവരെ നാളെ പരാജയപ്പെടുത്തണമേ. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവോട്, അബൂജഹൽ പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവോട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? പിന്നെന്തിനാ അപ്പൊ അവിടെ ഒരു യുദ്ധം? നേരെ ഇത് തിരിച്ചറിയണം നമ്മള്. പിന്നെന്തിനാ യുദ്ധം? നമ്മൾ ശരിക്കും വെക്കണം. ഒന്ന്, അള്ളാഹുവിനോട് മാത്രം, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. രണ്ടാമത്തത്, ആവശ്യം വരുമ്പൊക്കെ അള്ളാഹിനോടും, അല്ലാത്ത രംഗത്ത് അല്ലാത്തവരോടും. നമ്മൾ കൃത്യമായി പഠിക്കണം. നമ്മൾ നിസ്കാരവും നോലുമ്പും പിന്നെ അങ്ങനെ എല്ലാ അമലുകളും കൂടെ അല്ലാഹു അല്ലാത്തവരോടുള്ള വല്ല വിളികളും വന്നാൽ ലയഹ്ബതന്ന അമലുക്, നമ്മുടെ അമല് നിഷ്ഫലമാണ്. അല്ലേ? ഈ തരം വല്ല കർമ്മങ്ങളും ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത, പ്രിയരെ, നമുക്ക് ഓരോരുത്തർക്കുമില്ലേ? രണ്ട് അള്ളാഹിനോടെന്ന് പറയുമ്പോ എന്താ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണ്ടേ? അള്ളാഹു നമ്മളെ നിലനിർത്താമെന്ന് പറഞ്ഞത്, നിങ്ങളെ ഈ ഭൂമിയിൽ ഞാൻ നിലനിർത്താമെന്ന് അല്ലാഹു പറഞ്ഞത് ഒരൊറ്റ ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാ. നിങ്ങൾ എനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ അടിയാറാണെങ്കിൽ ഞങ്ങളെ രക്ഷിച്ചോളാം. അതിൻ്റെ അപ്പുറത്തൊരു വിജയം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നുകൂടി നമ്മൾ ഈ വിഷയത്തിലേക്ക് എപ്പോഴും പഠിക്കേണ്ടുന്നൊരു കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യം കൂടി സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ വ്യക്തിബന്ധത്തിൻ്റെ ആഴം, സുബ്ഹാനല്ലാഹ്, ഒരു വല്ലാതെ നമ്മൾ പഠിക്കേണ്ട സംഗതിയാണ്. വല്ലാതെ പഠിക്കേണ്ട സംഗതിയാണ്. യുദ്ധം നടക്കുക, യുദ്ധം ജയിക്കുകയാണ് മുസ്ലിമീങ്ങൾ. ഇപ്പുറത്ത് 1300 ഭൗതിക സാഹചര്യങ്ങളെല്ലാം, ഇപ്പുറത്ത് 300 എണ്ണവും അവരുടെ കയ്യിലാകെ സാധാരണ അറബികളുടെ കയ്യിലുള്ളൊരു വാളും മാത്രം. അബൂജഹൽ അവിടെയും ചാരന്മാരെ അയച്ചു. ആ ചാരന്മാര് കൊടുത്ത റിപ്പോർട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്താ അറിയാമോ? അബൂജഹലിന് എഴുതി കൊടുക്കുകയാണ്, മുസ്ലിമീങ്ങളുടെ കയ്യിൽ, മുഹമ്മദിന്റെ അനുയായികളുടെ കയ്യിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധമില്ല, അവർക്ക് പ്രതിരോധ ശേഷിയില്ല. പക്ഷേ അവരുടെ ശത്രുക്കൾ അവരെയെങ്ങാനും ഒന്ന് ആക്രമിച്ചാൽ തേനീച്ചകളെ പോലെ ഒന്നിച്ചു വന്ന് കടന്നാക്രമിച്ച് അവര് നിങ്ങളെ ഇല്ലാതാക്കും. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കലാണ് നമുക്ക് നല്ലത് എന്നാണ് അത്രേ ചാരന്മാര് കൊടുത്ത റിപ്പോർട്ട്. അല്ലേ? നമുക്ക് നമ്മുടെ സഹോദരനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? സത്യത്തിൽ നമ്മൾ ശരിക്കും ആലോചിക്കണം. ഞാൻ ഈ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തമ്മിലുള്ളൊരു ബന്ധം. ഈ യുദ്ധത്തിന് സഫണി ശരിയാക്കുമ്പോഴല്ലേ, നബി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വടിയെടുത്തിട്ട് സഫ്വാദ് എന്ന് പറയുന്ന ഒരു സഹാബിൻ്റെ ഇങ്ങനെ തോണ്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി, എനിക്ക് വേദനിച്ച്, എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞു. ഒരാൾ പറയുക. അപ്പോൾ ഉമറിനെ പോലെയുള്ള ആളുകൾക്കുണ്ട് ദേഷ്യം വന്ന്, ഇപ്പോഴാണ് അവൻ്റെ ഒരു പ്രതികാരം എന്നൊക്കെ പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ കുപ്പായം ഇങ്ങനെ മാറ്റി കാണിച്ചു കൊടുത്തു. കാരണം എന്നാ ചെയ്തോന്ന് പറഞ്ഞു. ലോകത്ത് സ്വന്തം അനുയായികൾക്ക് ആർക്കെങ്കിലും പ്രതികാരം ചെയ്യാൻ സ്വന്തം ശരീരം കാണിച്ചു കൊടുത്തൊരു നേതാവിനെ ഈ ഭൂമുഖത്ത് നമുക്ക് കാണാൻ കഴിയുമോ? നമുക്ക് കഴിയുമോ? പള്ളി പ്രസിഡന്റായ എന്നെ പിടിച്ചിട്ട് ആരെങ്കിലും അനുയായി വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കമ്മിറ്റി കൂടിയിട്ട് അവനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തയല്ലേ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുക. പക്ഷെ അള്ളാന്റെ ഹബീബ് എന്ത് ചെയ്യുന്നറിയോ? കുപ്പായം ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ സഫ്വാദ് ഓടി വന്നിട്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് തുരുതുരേ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, ഹബീബായ റസൂലേ, എനിക്കല്ല തന്ന സുവർണാവസരമാണിത്. നിങ്ങളെ ഇനി ആലിംഗനം ചെയ്യാൻ ഇവർക്ക് ആർക്കും കിട്ടിയില്ലല്ലോ അവസരം. ഇനി നിങ്ങൾ ആലിംഗനം ചെയ്യാൻ എനിക്ക് വേറൊരു അവസരം ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹബീബായ തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ച് രണാങ്കണത്തിലേക്ക് ഓടിയിറങ്ങുന്ന സഹാബത്തിനെ കൊന്ന് മനസ്സുകൊണ്ട് ചേർത്തി വായിക്കണം സഹോദരങ്ങളെ. നമ്മൾ എങ്ങനെയാണ് അള്ളാഹു അവരെ സഹായിക്കാതിരിക്കുക? ആ മനസ്സിനാണ് വിജയം എന്നതുകൂടി നമ്മൾ ചേർത്തി വായിക്കണം. മാത്രമല്ല, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതീക്ഷിക്കാവുന്ന സഹായം അള്ളാഹുവിൻ്റേത് മാത്രമാണ്. നമ്മുടെ അഭയസ്ഥാനം അവനിലാണ്, നമ്മുടെ ആശ്രയം അവനിലാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ അവനോട് മാത്രമാണ്. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുതവക്കിലൂൻ, അവനിലാണ് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. അവനിൽ തവക്കുൽ ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചു പോയാൽ ആരുടെ പേടിപ്പെടുത്തലുകളും നമുക്ക് പ്രശ്നമില്ല.
ടിക്കറ്റ് എടുത്ത് നമ്മൾ യാത്ര ചെയ്യണം. ടിക്കറ്റാണ് തൗഹീദ്. അത് നമ്മുടെ കയ്യിലും കൽബിലും ഉണ്ടാവണം. പ്രാർത്ഥിക്കണം. ചരിത്ര പാഠങ്ങളെന്നും നമുക്ക് ബോധ്യം നൽകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയാനുണ്ട്. ഒന്ന്, നോമ്പ് 10 കഴിഞ്ഞു. എണ്ണവും സമയമൊക്കെ നമുക്കറിയാം. എന്നുവെച്ചാൽ 3-ൽ ഒരു 1.5 കഴിയാനായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ തുടങ്ങിയ ദിവസവും ഈ ദിവസവും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് വന്നോ? ഖുർആനുമായി നമ്മൾ എത്രമാത്രം ബന്ധപ്പെട്ടു? നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ എന്തോരം നമുക്ക് ഇഖ്ലാസ് കിട്ടി? നമ്മുടെ തെറ്റുകുറ്റങ്ങളെ പുറത്ത് കിട്ടാൻ കണ്ണീരൊലിപ്പിച്ച് പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതെല്ലാം ഒന്നുകൂടി ഓർത്തെടുത്ത് ഒന്നടുക്കണം. കാരണം നാളെ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏത് കാര്യത്തിൽ? പരലോകത്തിൻ്റെ കാര്യത്തിൽ. ദുനിയാവിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പരലോകത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന തിരിച്ചറിവോടെ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയണം. അഹങ്കാരം ഒരിക്കലും നമ്മളെ പിടികൂടരുത്. തൗഹീദിൻ്റെ, ഇസ്ലാമിൻ്റെ അകക്കാമ്പ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ദീൻ അനുസരിച്ച് ജീവിക്കലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞ. എന്താ ജിഹാദ്? ദീൻ അനുസരിച്ച് ജീവിക്കലാണ്. ഭൗതികതക്കല്ല, ഭക്തിക്കാണ് സ്ഥാനം എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ മനസ്സറിഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിക്കണം. ഒരവസരവും നമ്മൾ പ്രിയരെ നഷ്ടപ്പെടുത്തരുത്. വിനയവും താഴ്മയും ഭക്തിയും നമുക്ക് കൂടുക. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മളെ തോൽപ്പിക്കാൻ ലോകത്താർക്കും കഴിയില്ല. എത്ര വലിയ ഭരണാധികാരികൾ ആണെങ്കിൽ പോലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രാർത്ഥനകളാണ് നമ്മുടെ ശക്തി. കൂടെ നമ്മൾ തിരിച്ചറിയണം. സക്കാത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ സക്കാത്തിൻ്റെ കണക്ക് ഉൾക്കൊള്ളുന്ന ചെറിയൊരു ബുക്ക്ലെറ്റ്, ഒരു ലഘുലേഖ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതുകൊണ്ട് കച്ചവടം ചെയ്ത് കിട്ടുന്ന വരുമാനത്തിന് നമ്മുടെ ചെലവ് കഴിച്ചൊരു 55,000 രൂപ, 590 ഗ്രാം വെള്ളിയുടെ വില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ 2.5% കണക്കാക്കി കൊടുക്കണം. ആ 2.5% പാവങ്ങളുടെ അവകാശമാണ്, നമ്മുടെ മുതലല്ല, അവരുടെ ഹക്കാണ്. അതേപോലെ തന്നെ കച്ചവട സ്റ്റോക്കാണെങ്കിൽ അതിൻ്റെ ഡെഡ് സ്റ്റോക്ക് കടിച്ച് ബാക്കിയുള്ളതിൻ്റെ മിതമായ വില കണക്കാക്കിയിട്ട് നിങ്ങൾ 2.5% കൊടുക്കണം. ശമ്പളമോ വാടകയോ കൂലിയോ ഒക്കെ ആണെങ്കിൽ എല്ലാം കഴിച്ച് അതിൻ്റെ 2.5% കണക്കാക്കണം. നിക്ഷേപങ്ങളാണെങ്കിൽ അതിൻ്റെ 2.5% നമ്മൾ കൊടുക്കണം. സ്വർണോ അതൊക്കെ അല്ല ആഭരണങ്ങളൊക്കെ ആണെങ്കിൽ 10 പവന്റെ മുകളിൽ 85 ഗ്രാം മുകളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% കൊടുക്കാൻ ശ്രദ്ധിക്കണം. 10 മുകളിൽ വരുമ്പോൾ ഉള്ളത് എന്താ അറിയോ? 11 പവനാണെങ്കിൽ 11 പവനും കണക്കാക്കി കൊടുക്കണം. അതിൻ്റെ 10 താഴെയാണെന്നുണ്ടെങ്കിൽ ഉലമാക്കൾക്കിടയിലുള്ള ഒരു അഭിപ്രായം ഉള്ളത് അത് അണിയുന്നതിന് വേണ്ടി ഉപയോഗിക്കാം എന്നതാണ് അതിൻ്റെ മാത്രമുള്ളത്. അതുകൊണ്ട് അത്തരം സംഗതികൾ നമ്മൾ വളരെ കൃത്യമായി അറിയണം. മറ്റൊരുത്തൻ്റെ ഹക്ക് 1 ഉറുപ്പ്യാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ വരരുത്. പിന്നെ സക്കാത്തിൻ്റെ കാര്യം ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ഞാൻ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. സക്കാത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കാക്കുമ്പോൾ അത് പള്ളിക്കൽക്കൊരു 100 റുപ്യ അത് അങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ കണക്കിലേക്ക് പെടുത്തരുത്. അത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ദീന് വെച്ച നിർദ്ദേശമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കൂടാതെ നമ്മുടെ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാലോ, ഇതിന് വേറെ വരുമാനങ്ങളോ ഒന്നുമില്ല. നിങ്ങളിൽ നിന്നും കിട്ടുന്ന ഈ സഹായങ്ങൾ മാത്രമാണ് അടുത്ത 1 കൊല്ലം വരെ നമ്മളുടെ കരുതൽ നിധി എന്ന് പറയുന്നത്. പ്രാവശ്യം നമ്മൾ നമ്മുടെ മുകളിലുള്ള മദ്രസ കൂടി ഒന്നുകൂടി നവീകരിക്കാൻ, അതിനെ ഒരു ആധുനിക നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ഈ ദീനിൻ്റെ മാർഗത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ദീനിൻ്റെ കാര്യം വളരെ ശ്രദ്ധ പുലർത്തണം. നല്ല പ്രാർത്ഥനകൾ ഉണ്ടാവണം. നമ്മൾ ഓരോരുത്തരും വിനയാന്വിതരാവണം എന്നതാണ്. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും വിനയാന്വിതരാവണം. അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലണം. നിരായുധരായ
ഒന്നും കയ്യിലില്ലാത്ത പട്ടിണി പാവങ്ങളെ അള്ളാഹു രക്ഷിച്ചത് അന്ന് മാത്രമല്ല, അത് ഇന്നത്തേക്ക് കൂടിയുള്ളതാണ്. അതിൻ്റെ നിത്യ പുതുമ നഷ്ടപ്പെടൂല. അതുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം നേടാൻ ശ്രമിക്കുക, മുന്നോട്ട് നീങ്ങുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവേ, ഈ പുണ്യം നിറഞ്ഞ നന്മ നിറഞ്ഞ സമയങ്ങളെ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ ഉപയോഗപ്പെടുത്താൻ, അതിനെ വരുതിയിലാക്കാനുള്ള തൗഫീക്ക് തന്ന് നീ ഞങ്ങളെ ഓരോരുത്തരെയും തുണയ്ക്കണമേ റബ്ബേ. അള്ളാഹുവേ, നീ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ട് ലോകത്തും ഗുണകരമായ വിധത്തിലുള്ള സാഹചര്യം ഒരുക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. അതാ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, മറ്റൊരുപാട് പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. രോഗികൾക്ക് ശിഫയും മറ്റുള്ളവർക്ക് ആശ്വാസവും ആഫിയത്തും മനസ്സുഖവും തന്ന് നീ ഞങ്ങളെ തുണക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഇസ്ലാമിനെതിരെ ആക്രോശം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. നിന്റെ വഅദ ഞങ്ങൾക്ക് കൂടി അർഹതപ്പെട്ടതാണ്. നീ ഞങ്ങളെ രണ്ട് ലോകത്തും സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഖുർആനിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഭയമുണ്ടാക്കണമേ തമ്പുരാനെ. ആ വെളിച്ചത്തിലൂടെ നീങ്ങാനുള്ള തൗഫീക്ക് തന്ന് നീ ഞങ്ങളെ തുണക്കണമേ അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ സ്വതക്കകൾ, ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നാളെ ഞങ്ങൾക്ക് ഗുണകരമാകുന്ന വിധം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റബ്ബേ. നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين.